ഇന്ന് വിജയദശമി. 10,000-കണക്കിന് കുരുന്നുകൾ ഇന്ന് വിദ്യാരംഭം കുറിച്ചു കഴിഞ്ഞു. ഈ വിജയദശമിയോടനുബന്ധിച്ച് ധാരാളം വിശേഷപ്പെട്ട വിഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ളത് തമിഴ് ബ്രാഹ്മണർക്കാണ്. എന്തായാലും ഇന്ന് നമ്മുടെ യാത്ര ഒരു തമിഴ് ബ്രാഹ്മണരുടെ ഭവനത്തിലേക്കാണ്. തിരുവനന്തപുരം കരമനയിൽ ധാരാളം തമിഴ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്ന് അവരുടെ രുചികളാണ്. രണ്ടുണ്ട് കാര്യം, നല്ല പാട്ടും കേൾക്കാം, തമിഴ് പലഹാരങ്ങളും കഴിക്കാം. പോരുന്നോ? എൻജോയ്. നമ്മുടെ നായികയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് കൃഷ്ണവേണി ടീച്ചർ. ടീച്ചറെ കുറിച്ച് പിന്നെ ഒരു എസ്സേ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. ടീച്ചറുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് പാരൻസ് ആണ്. അമ്മയെ പരിചയമുണ്ട് എനിക്ക്, കണ്ടിട്ടുണ്ട്. അച്ഛന്റെ പേര് പത്മനാഭയ്യർ. അച്ഛന്റെ പേര് പത്മനാഭയ്യർ എന്നാണ്. അമ്മയുടെയോ? ലക്ഷ്മി. ചേച്ചിയുടെ? ശാന്തി. അപ്പോൾ ഇതാണ് ടീച്ചറുടെ കുടുംബം. ഇത് ടീച്ചറുടെ മകളാണ്. ഇത് ടീച്ചറുടെ ശിഷ്യഗണങ്ങളാണ്. ടീച്ചർ പല പരിപാടികളുണ്ട്, അത് പലതും പഠിക്കുന്ന കുട്ടികളാണ്. പാചകം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്തായാലും വിജയദശമി ദിനത്തിൽ ടീച്ചറുടെ കൂടെ ഞാനങ്ങ് കൂടുകയാണ്. രുചികരമായ എന്തെങ്കിലും തമിഴ് പലഹാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എന്താണ് വിജയദശമിയുടെ സ്പെഷ്യൽ ഡിഷ്? എന്താണ്? ശർക്കര പൊങ്കൽ. ശർക്കര, ഈശ്വര, അത് തമിഴ് സ്റ്റൈലിലാണ്. അതെ അതെ. പിന്നെ സ്വീറ്റ്സ് ഒരുപാട് ഉണ്ടാക്കും. കേസരി പോലത്തെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കും. പിന്നെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. 9 days നമുക്ക് മോർണിംഗ് ഈവനിങ് 2 ടൈമും നമുക്ക് നൈവേദ്യമൊക്കെ ഒരുപാട് ദൈവത്തിന് കൊടുക്കാൻ പറ്റും. ഈ വെറൈറ്റി ആയിട്ട് ഒരുപാട് നമുക്ക് പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊച്ചുങ്ങൾക്കും ഫാമിലിക്കും നെയ്ബേഴ്സിനെ ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും നമ്മൾ. ഈ നവരാത്രി ഗുരുബൊമ്മ. അതെ. അപ്പൊ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ 3 ദിവസം പ്രത്യേകത. ആദ്യ 3 days ലക്ഷ്മിക്കാണ്, പിന്നെ ദുർഗയ, പിന്നെ ലാസ്റ്റ് 3 days സരസ്വതിക്ക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഫുഡിന്റെ ഒരു മേള തന്നെയാണ് അല്ലേ? കാരണം ഇന്ന് ഒരുപാടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ചക്കര പൊങ്കലാണ്. അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരണം. പിന്നെ പൂജ എടുക്കണം. സമയമായല്ലോ. അപ്പൊ നമുക്ക് പൂജ എടുത്തുകൊണ്ട് തന്നെ തുടങ്ങാം. ബൊമ്മക്കൊലു എന്ന് പറയുന്നത്, കൊലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കൊലു എന്ന് പറഞ്ഞ ഒരു സദസ് കൂടുന്നതാണ്. സദസ്. മഹാരാജാ സദസ് കൂടുന്നത് പോലെയാണ് സദസ് കൂടുന്നത്. അപ്പോൾ ദേവി സദസ് കൂടുമ്പോഴേ അവരുടെ പ്രജകളായിട്ട് കുതിര, ആന, പിന്നെ എല്ലാം പട്ടാണെങ്കിൽ ഇതൊക്കെ വെച്ച് ഒരു കൊലുവായിട്ട് അറിയിക്കുന്നത്. അതൊരു സദസ്സാണ്. ഒരു ദേവസദസ്സാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ലക്ഷ്മി ദേവിയാണ്. രണ്ടാമത്തെ 3 ദിവസം ദുർഗാദേവി. മൂന്നാമത്തെ 3 ദിവസമാണ് സരസ്വതി ദേവിക്കുള്ളത്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ദശമി അന്ന് ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് പൂജിച്ചിട്ട് വയ്ക്കും. മഹാനവമി എന്ന് പറയുന്നതാണ് ഈ പുസ്തകം പൂജിക്കുന്നത്. പിറ്റേ ദിവസം ദശമി എന്നാണ് പൂജ എടുത്തിട്ട് കുട്ടികൾക്ക് വിദ്യാരംഭം കൊടുക്കുന്നത്. അന്നാണ് പണിയായുധങ്ങളും വയ്ക്കും, എല്ലാം വയ്ക്കും. പണിയാരം എന്നിട്ട് പിന്നീടാണ്. ആദ്യം വന്നിട്ട് അക്ഷാഭ്യാസമാണ്. അതെ അതെ.
നമ്മൾ ബൊമ്മക്കൊലുവൊക്കെ കണ്ടു, പിന്നെ പൂജ എടുക്കുകയും ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും പുസ്തകങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം പഠിക്കുകയും ചെയ്തു. ഇനി ഇവരെ കൊണ്ട് എല്ലാവരെയും പാട്ട് പാടിക്കുകയാണ്, കീർത്തനങ്ങളൊക്കെ പാടിക്കും അല്ലേ? ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ആഗമവേദ കലാമയ രൂപിണി ആഗമവേദ കലാമയ രൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ. വിജയദശമിയായിട്ട് നമ്മൾ പൂജയൊക്കെ എടുത്തു, കുട്ടികളെല്ലാം പഠിക്കുകയൊക്കെ ചെയ്തു, പാട്ടുമൊക്കെ കേട്ടു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കൊക്കെ സമാധാനമായി, എൻ്റെ മനസമാധാനം പോവുകയും ചെയ്തു. ഈശ്വര, പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ താരം സർവകലാ വല്ലഭയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് FM റേഡിയോ സ്റ്റേഷനുകളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് തമിഴിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ തമിഴ് പഠിപ്പിക്കും, ക്രാഫ്റ്റിംഗ് പഠിപ്പിക്കും, പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് പഠിപ്പിക്കും, പിന്നെ എന്തൊക്കെയാണ്, ഫാബ്രിക് പെയിൻറ്റിങ്, കുക്കിംഗ് ക്ലാസ്, പിന്നെ അടുക്കളയിൽ ഇതുപോലെയുള്ള ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത്, അതിഥികൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ബേക്കറിയിൽ ഓടും. പക്ഷേ ടീച്ചർ അങ്ങനെയല്ല, നേരെ അടുക്കളയിലേക്ക് പോവും, എന്തെങ്കിലും സ്വാദിഷ്ടമായിട്ട് സ്വന്തം കൈയാൽ ഉണ്ടാക്കി കൊടുക്കും. അതിഥികൾ മുഴുവൻ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. ഇനി എന്താണ് പറയാനുള്ളത്? ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? ഇല്ല. അപ്പോൾ ഇതിന് ഒരു 2500 രൂപ ഇത്രയും പൊക്കി ടീച്ചർ നമുക്ക് ആദ്യമായിട്ട് ചക്കര പൊങ്കൽ ഉണ്ടാക്കി തരുന്നു. നമ്മളെ നാടൻ ശർക്കരയാണ്, അതാണ് തമിഴ്നാട്ടിലെ ചക്കര. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്താൽ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, അത് തോല് കളഞ്ഞ ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം വറുത്തെടുത്തിരിക്കുകയാണ്. അര ഗ്ലാസ് നെയ്യ്, അര ഗ്ലാസ് ഇത് മുഴുവൻ ചേർക്കും അല്ലേ? അര ഗ്ലാസ് നെയ്യ്, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, ഇത് ഏറ്റവും അവസാനം വറുത്ത് ചേർക്കാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതുകൊണ്ട് ഉഗ്രൻ അരവണ പായസത്തോടൊപ്പം അത്രയും തന്നെ രുചികൾ. അപ്പോൾ അരവണ പായസം പോലെ തന്നെ രുചികരമായ തമിഴ്നാട്ടുകാരുടെ ചക്കര പൊങ്കൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചക്കര പൊങ്കൽ. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, പച്ചരിയുടെ കാര്യത്തിൽ പച്ചരി നന്നായിട്ട് ഒരു 4-5 വെള്ളം കഴുകി വേണം. കാരണം ഇപ്പോൾ അരിയൊക്കെ ഫ്യൂം ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു 4-5 വെള്ളം കഴുകി വേണം ഇതിനകത്തേക്ക് ഇടാൻ, അല്ലേ? അല്ലാതെ കുതിർത്ത് വെക്കേണ്ട. പച്ചരി എടുക്കുക, 1 ഗ്ലാസ് പച്ചരി എടുക്കുക, അത് നന്നായിട്ട് കഴുകുക. 3-4 വെള്ളത്തിൽ കഴുകി, ഒരു 10 വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. കഴുകി ഇതിനകത്തേക്ക് ഇടുക. പിന്നെ ചെറുപയർ പരിപ്പും നന്നായിട്ട് കഴുകി വേണം വറുത്തെടുക്കാൻ. അത് 1/4 ഗ്ലാസ്. അപ്പോൾ 1 ഗ്ലാസ് പച്ചരി, 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം, അല്ലേ? നന്നായിട്ട് വേണം. പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് അഥവാ വെള്ളം വറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വറ്റി വരെയും വേണം, അല്ലേ? ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, മിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെന്ത് വരുമ്പോഴത്തേക്ക് ആ വെള്ളം വറ്റി പിന്നെ ഒരു ചെറിയ പായസത്തിൻ്റെ ഒരു ഇത് വരണം, അല്ലേ? ഇപ്പോൾ അരിയും
എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെറുപയർ പരിപ്പിൻ്റെയും വെന്ത അരിയുടെയും കൂടെ നമ്മൾ പിന്നെ ശർക്കര പാവ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ അരിയിലൊക്കെ മധുരം പിടിച്ചു വരണം. അരിയിലും ചെറുപയർ പരിപ്പിലും മധുരം പിടിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതാണ്? നെയ്യ് ചേർക്കണം. ഓക്കെ ടീച്ചർ, മനുഷ്യർക്ക് കഴിക്കാൻ പറ്റാത്തൊരു പൊങ്കലുണ്ട്, എന്താണെന്ന് അറിയാം? മാട്ടുപൊങ്കലാണ്. മാട്ടുപൊങ്കൽ എന്ന് പറഞ്ഞാൽ മകരമാസത്തിൽ ഞങ്ങൾ പൊങ്കൽ ആഘോഷിക്കില്ലേ, അതിൻ്റെ 3rd ഡേ മാട്ടുപൊങ്കലാണ്. അന്ന് ഈ കന്നുകാലികളെ കുളിപ്പിച്ച് അതിൻ്റെ കൊമ്പിലൊക്കെ പെയിൻറ് ചെയ്ത് അവർ പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴുത്തിൽ മണിയൊക്കെ തൂക്കിയിട്ട് അന്ന് അവർക്ക് ഈ കന്നുകാലികൾ അന്ന് സ്പെഷ്യലായിട്ട് പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കും. അതിന് പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മൾ മാട്ടുപൊങ്കൽ. ഈ മാടിനും മനുഷ്യർക്കും കഴിക്കാൻ പറ്റാത്തൊരു പൊങ്കലുണ്ട്, എന്താണെന്ന് അറിയാം? അറിഞ്ഞൂടാ, വെരി സോറി. പൊങ്കൽ. മാന്യ മഹാജനങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മൾ ഇതിനകത്ത് ശർക്കര പാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഈ കിടുപിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് കുടിക്കുന്നവര് നമ്മളെ വരട്ടും അല്ലേ? ഇതിപ്പോ വരട്ടി എടുത്തോണ്ടിരിക്കുകയാണ്. ഈ വരണ്ട് കഴിഞ്ഞു അല്ലേ? അതിനകത്ത് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ചെറുപയർ പരിപ്പിനകത്തും വെന്ത പച്ചരിക്കകത്തും ഒക്കെ മധുരമൊക്കെ പിടിച്ച് അതിന്റെ കളറും മാറി വന്നിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് നെയ്യ് ഇതിനകത്ത് മതി അല്ലേ? അപ്പോൾ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. 1/2 ഗ്ലാസ് നെയ്യ് ഒഴിച്ചിട്ടില്ല. അത് എങ്ങനെ ഇത് നോക്കുമ്പോഴുള്ള അളവാണ് അല്ലേ? പിന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇത്രയും നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല, 1/4 ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ പരുവം കറക്റ്റാണ്. നമ്മൾ ഒരല്പം നെയ്യ് ബാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 ഗ്ലാസും അതിനകത്ത് 1/4 ഗ്ലാസ് ഒരു ഇച്ചിരി കൂടുതലും അല്ലേ? അത്രയും നെയ്യ് മതി. ഓക്കെ. പിന്നെ ഏറ്റവും വലിയൊരു ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണമാണ് വരുന്നത്. ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല, എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഉണ്ടാക്കി കൊടുത്തല്ലോ, ഇത് നമുക്ക് കഴിക്കാനാണല്ലോ. അപ്പൊ കുട്ടികളെല്ലാരും വരിവരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം. അപ്പൊ ചക്കര പൊങ്കൽ റെഡിയാണ്. ഇനി ഇത് ഈ നെയ്യോടുകൂടി നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം പാനിൽ ഒരല്പം വെള്ളം വെച്ചതിന് ശേഷം അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചരി, അത് നന്നായിട്ട് കഴുകിയ പച്ചരിയും 1 ഗ്ലാസ് പച്ചരിയും പിന്നെ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ് വറുത്തതും ചേർക്കുക. അത് പിന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അത് വറ്റി വരും. വറ്റി വരികയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ശർക്കര പാവ് ഒഴിക്കുക. 2 ഗ്ലാസ് ശർക്കര ഉരുക്കിയെടുത്ത് അത് അരിച്ചെടുത്ത ശർക്കര പൗഡർ അതിനകത്ത് ഒഴിച്ചിട്ട് വരട്ടിയെടുക്കണം. അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ വരട്ടും. അപ്പോൾ അതിനുശേഷം പിന്നെ അത് വരണ്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം. 1/4 ഗ്ലാസ്സിൽ ഒരല്പം കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാനിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. തീ ഓഫ് ചെയ്തതിന് ശേഷം ഏലക്കാപ്പൊടി ചേർക്കും. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ കഴിക്കും. പിന്നെ ടീച്ചറുടെ വക ഏലക്ക പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇപ്പം മണം കൂടി. ടീച്ചർ, ഇത് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ? കഴിച്ചിട്ട് പറ. 100%. നല്ല ചൂടും. എൻ്റെ അമ്മേ, പൊള്ളിയില്ലെന്നേ ഉള്ളൂ. ഇടിവെട്ട് ടേസ്റ്റാണ്. ഇതിങ്ങനെ വായിൽ വെക്കുമ്പോഴത്തേക്ക് എന്നെ ചുറ്റാക സലൈവേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. സൂപ്പർ ടേസ്റ്റ്. ഇതിനകത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ടത് എന്തൊക്കെയാണോ ആ നമ്മൾ മനസ്സിൽ കാണുന്ന രുചിയൊന്നുമല്ല ഇതിനകത്തുള്ളത്. കളർ പോലും അങ്ങനെയല്ല. സൂപ്പർ, ബലേ ഭേഷ്. ഇനി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കുട്ടികളെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇവരാക്കാം.
നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് അങ്ങ് എടുത്ത് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. കാരണം എന്നെക്കാളും കൊതി മൂത്താണ് അവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് താരങ്ങൾ, ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര് ശ്രേത. റെയർ നെയിം ആണല്ലോ. ആരിട്ട പേരാ? അച്ഛനും അമ്മയും കൂട്ടത്തിൽ വല്യമ്മയും കൂടെ. ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് പേര്. ശ്രേത. റെയർ നെയിം ആണ് ശ്രേത അല്ലേ? ശ്രേത അഭിരാമി. പിന്നെ ടീച്ചറുടെ മോളാണ് അഭിരാമി. അഖില, ലക്ഷ്മി. ഇത് 3 പേരും 10ാം ക്ലാസ്സുകാരാണ്. ഇദ്ദേഹം എഞ്ചിനീയറിംഗ് അല്ലേ? ഏതാണ്? ഞാൻ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ വിജയദശമി എപ്പിസോഡ് ഗംഭീരമാക്കിയ നമ്മുടെ സൂപ്പർ താരം കൃഷ്ണവേണി ടീച്ചർക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ 3 പേരും 10ാം ക്ലാസ്സുകാരാണ്. ഇവർ അത്യാവശ്യം നന്നായിട്ട്, ഇപ്പോൾ അമ്മയൊന്നും വീട്ടിലില്ലെങ്കിൽ പോലും ഇവർക്ക് അടുക്കള മാനേജ് ചെയ്യാൻ പറ്റും. അതിനുള്ള പൊടി നമ്പറുകളൊക്കെ ടീച്ചർ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പാചകം ചെയ്യൂലേ? എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? ഞാൻ എല്ലാം കോണ്ടിനെന്റൽ വിഭവങ്ങളെ ചെയ്യാം. അപ്പോ കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? അപ്പൊ ടീച്ചറുടെ ശിഷ്യ പരമ്പരകൾക്കും അല്ലേ ഒരുപാട് ശിഷ്യഗണങ്ങളാണ് ടീച്ചർ. കാരണം തമിഴ് പഠിപ്പിക്കുന്നുണ്ട്, ക്രാഫ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഈ ഗ്ലാസ് പെയിന്റിങ്, അത് റിവേഴ്സ് പെയിന്റിംഗ് ആണ്, അത് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഫാബ്രിക് പെയിന്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, കുക്കറി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീച്ചർക്കും ശിഷ്യഗണങ്ങൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ FM റേഡിയോയുടെ പരിപാടികളും ഇങ്ങനെ അനസ്യൂതം തുടരാൻ പറ്റട്ടെ. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ പിന്നെ ഇന്ന് അത് മാത്രമല്ല, ഇന്നത്തെ ഒരു പ്രത്യേകത, 10,000-കണക്കിന് കുട്ടികളാണ് ഇന്ന് എഴുത്തിനിരുന്നത്. ആ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും ഒക്കെ ഒരുപാട് പിന്നെ എന്താണ് പഠിച്ച് വളരാൻ പറ്റട്ടെ എന്നും ഒരുപാട് രുചികരങ്ങളായ വിഭവങ്ങൾ കഴിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇനി ഈ താരങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഗാനം ആരംഭിക്കും. ഞാനങ്ങ് പറഞ്ഞു ഇനി എന്തായാലും പാടിയേ പറ്റും. വിജയദശമിയാണ്, അതുകൊണ്ട് പാടിക്കൊള്ളണം. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നോ പറയാം. ഉங்களுக்காக തമിഴ് സംഘം ഒരു അരുമയാന പാടൽ. കറക്റ്റാണ്? ഓക്കെ. அனல் மேலே பனித்துளியே அலை பாயும் ஒரு கிளியே மரம் தேடும் மழை துளியே இவைதானே இவள் இனியே விழிரண்டும் தனித்தனியே உறக்கங்கள் உரைப்பனியே எதற்காக தடை